ഹായ്, വീട്ടിൽ നിന്ന് തുടങ്ങാം ഇംഗ്ലീഷ് പഠിക്കാൻ എന്ന നമ്മുടെ ഈ സീരീസിൻ്റെ പ്രാക്ടീസ് ഡേ 2 ആണ് ഇന്നത്തെ ക്ലാസ് നാം കൈകാര്യം ചെയ്യുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ കൈയും നീട്ടി സ്വീകരിച്ചു എന്നറിഞ്ഞതിൽ വളരെ സന്തോഷം. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഡേ 1 പ്രാക്ടീസ് ചെയ്യുക. 15 ദിവസം കൊണ്ടാണ് നാം ഈ സ്പോക്കൺ ഇംഗ്ലീഷ് പ്രാക്ടീസ് കംപ്ലീറ്റ് ചെയ്യുന്നത്. തീർച്ചയായും 15 ദിവസം കൊണ്ട് നിങ്ങൾക്ക് ഇംഗ്ലീഷ് നന്നായി സംസാരിക്കാൻ കഴിയുമെന്ന് ഞാൻ ഉറപ്പ് നൽകുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് നമുക്ക് കടക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ വളരെ പ്രധാനപ്പെട്ട പറഞ്ഞു പഠിക്കാനുള്ള കുറച്ച് സെൻറ്റൻസുകൾ തന്നിരുന്നു. അതുപോലെ ഇന്നും നമുക്ക് ആ രീതിയിൽ, അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സ്പോക്കൺ ഇംഗ്ലീഷാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നാം ആ ക്ലാസ്സുകൾ കേൾക്കുന്നവർക്ക് പെട്ടെന്ന് മനസ്സിലാകും ഏത് രീതിയിലാണ് നാം ആ സെൻറ്റൻസുകളൊക്കെ നിങ്ങളെ പ്രാക്ടീസ് ചെയ്യിപ്പിച്ചതെന്ന്. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഇംഗ്ലീഷ്, നമ്മൾ മലയാളമാണ് നമ്മുടെ മാതൃഭാഷ അല്ലേ? അതിൽ നിന്ന് വ്യത്യസ്തമായി ഇംഗ്ലീഷിൽ എങ്ങനെയാണ് സെൻറ്റൻസുകൾ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇപ്പോൾ നമുക്ക് അക്ഷരങ്ങളറിയാം, വാക്കുകളറിയാം, ആ വാക്കുകളെ ഒന്ന് സെൻറ്റൻസ് ആക്കണം. അതെങ്ങനെയാണ് എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം. അപ്പോൾ നാം മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ ഞാൻ മലയാളത്തിൽ പറയുന്നു ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. അപ്പോൾ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്നതാണ് ഐ ലവ് യു എന്ന് പറയുന്നതെന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം അല്ലേ? അതുകൊണ്ടാണ് ഞാൻ ഇംഗ്ലീഷിലേക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നാം മലയാളത്തിൻ്റെ ആ വാചകങ്ങളുടെ ഘടന നിങ്ങളൊന്ന് നോക്കൂ. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, അതായത് ഞാൻ ഐ ആണ്, നിന്നെ എന്നുള്ളത് യു ആണെന്ന് നിങ്ങൾക്കറിയാം, സ്നേഹിക്കുന്നു എന്നുള്ളത് ലവ് ആണെന്നും അറിയാം അല്ലേ? അപ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇംഗ്ലീഷ് എപ്പോഴും പറയുന്നത് മലയാളത്തിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ്. കാരണം നിങ്ങൾ ആ സ്ക്രീനിലേക്ക് നോക്കൂ, ഐ ലവ് യു എന്ന് നമ്മൾ എഴുതിയിട്ട് ആ വേർഡുകളുടെ അർത്ഥം മലയാളത്തിൽ താഴെ എഴുതുന്നത് കണ്ടാൽ ഞാൻ സ്നേഹിക്കുന്നു നിന്നെ എന്നാണ് അല്ലേ? അതായത് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള മാറ്റം, നമ്മൾ വെർബ് അല്ലെങ്കിൽ പ്രവൃത്തിയെ പറയുന്നത് രണ്ടാമതും ആരെപ്പറ്റിയാണോ പറയുന്നത് അത് മൂന്നാമതുമായിട്ടാണ് പറഞ്ഞേക്കുന്നത് അല്ലേ? ആരാണോ പറയുന്നത് അത് ആദ്യമാണ്. അത് മലയാളവും ഇംഗ്ലീഷും എല്ലാം അങ്ങനെ തന്നെ. പക്ഷേ രണ്ടാമത്തെ ആ വെർബ് അല്ലെങ്കിൽ ആ പ്രവൃത്തി, സ്നേഹിക്കുന്നു എന്ന പ്രവൃത്തി, നാം ഇംഗ്ലീഷിൽ അത് രണ്ടാമത് എഴുതുമ്പോൾ മലയാളത്തിൽ അത് മൂന്നാമതാണ് എഴുതുന്നത്. അപ്പോൾ നാം മനസ്സിലാക്കേണ്ടത് എപ്പോഴും ആരെക്കുറിച്ചാണോ പറയുന്നത് അതിന് ശേഷമാണ് അയാൾ ചെയ്യുന്ന പ്രവൃത്തിയെപ്പറ്റി പറയേണ്ടത്. അത് കഴിഞ്ഞിട്ട് മാത്രമേ നമ്മൾ ആരോടാണ്, അല്ലെങ്കിൽ ഇപ്പോൾ അവൻ സ്കൂളിലേക്ക് പോകുന്നു എന്നുള്ളതിന് അവൻ പോകുന്നു സ്കൂളിലേക്ക്, ഹീ ഗോസ് ടു സ്കൂൾ. അപ്പോൾ ആദ്യം അവർ ചാടുന്നു എന്ന് പറയുമ്പോൾ അതേ രീതിയിലേക്ക്, അതായത് ആദ്യം നമ്മൾ ആരെക്കുറിച്ച് പറയുന്നു എന്നതും രണ്ടാമത് എന്ത് പ്രവൃത്തിയെക്കുറിച്ചാണ് പറയുന്നു എന്നുള്ളതുമാണ് പറയേണ്ടത്. അപ്പോൾ നമുക്ക് ഇന്ന് അങ്ങനെ ആ രീതിയിൽ വളരെ ചെറിയ ഒരു ക്ലാസ്സാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ ഒരൊറ്റ കാര്യം നിങ്ങൾ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് ആയിരക്കണക്കിന് സെൻറ്റൻസുകൾ എഴുതാം. അതായത് ഇപ്പോൾ ഞാൻ പറഞ്ഞ രീതിയിലാണെങ്കിൽ രവി സ്കൂളിലേക്ക് പോകുന്നു. രവി നിങ്ങൾക്കറിയാം, സ്കൂൾ തന്നെന്നാണ് സ്കൂളിലേക്ക് പോകുന്നു. സ്കൂളിലേക്ക് എന്ന് പറയുമ്പോൾ ടു സ്കൂൾ, പോകുന്നു ഗോസ് അല്ലെങ്കിൽ ഗോ, ഇതാണെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ രവി സ്കൂളിലേക്ക് പോകുന്നു എന്ന് ഇംഗ്ലീഷിലേക്ക് പറയുമ്പോൾ രവി പോകുന്നു സ്കൂളിലേക്ക്, അതായത് രവി ഗോസ് ടു സ്കൂൾ എന്ന് അത് തിരിഞ്ഞു വരുന്നു. മനസ്സിലായോ? അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞ 2 സെൻറ്റൻസുകളിലും ആദ്യം നമ്മൾ പറഞ്ഞത് ആരെക്കുറിച്ചാണോ പറയുന്നത് അതാണ് അല്ലേ? അപ്പോൾ ഇത് ഞാൻ തൊട്ട് മുമ്പുള്ള, അതായത് കിഡ്സിനും തുടക്കക്കാർക്കുമുള്ള ഒരു ക്ലാസ്സിൻ്റെ പ്ലേലിസ്റ്റ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് കാണാം സബ്ജക്റ്റീവ് എന്ന് പറഞ്ഞിട്ട്, അതായത് ആദ്യം നമ്മൾ ഉപയോഗിക്കുന്ന സബ്ജക്റ്റുകളെ പറ്റി അല്ലെങ്കിൽ ആരെപ്പറ്റിയാണോ പറയുന്നത് അതിനെ പറ്റിയുള്ളൊരു ക്ലാസ്സാണ്. ഇപ്പോൾ നമുക്ക് ഐ ഞാൻ, യു നീ, ഹി അവൻ, ഷീ അവൾ, ഇറ്റ് അത് അല്ലെങ്കിൽ ഇത്,
ദേ അവർ, വി ഞങ്ങൾ, പിന്നെ രാം സീത, അങ്ങനെ ഓരോരുത്തരുടെയും പേരുകളോ ഏതെങ്കിലും സാധനങ്ങളുടെ പേരുകളോ ഇതൊക്കെ നമുക്ക് ആദ്യം നമ്മൾ ആരെക്കുറിച്ചാണ് പറയുന്നതെന്ന് വെച്ചാൽ അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അല്ലേ. അത് ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഓരോ വാക്കുകളും നമുക്ക് പറയാൻ പറ്റും. പക്ഷേ നമ്മൾ ഇതിൽ മനസ്സിലാക്കേണ്ടത് മലയാളത്തിൽ നിന്ന് വ്യത്യസ്തമായി ഇംഗ്ലീഷിൽ കുറച്ച് വാക്കുകൾ നമ്മൾ പഠിക്കാറുണ്ട്. അതായത് ഇപ്പോൾ ചാടുക, ഓടുക, നിൽക്കുക, കുളിക്കുക എന്നൊക്കെ പറയുന്ന വാക്കുകൾ കൂടി നമ്മൾ പഠിക്കണമല്ലോ. അപ്പോൾ നമ്മളിപ്പോൾ 2 വേർഡ്സ് പറഞ്ഞു. സ്നേഹിക്കുക എന്നുള്ളതിന് ലവ് ആണ്, പോകുക എന്നുള്ളതിന് ഗോ ആണ്. എന്നാൽ സഹായിക്കുക ഹെൽപ്പാണ് അല്ലേ. ചാടുക ജമ്പ്, നടക്കുക വാക്ക്, കഴിക്കുക ഈറ്റ്, പഠിക്കുക സ്റ്റഡി, പഠിപ്പിക്കുക ടീച്ച്, ഉറങ്ങുക സ്ലീപ്പ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള വാക്കുകൾ, ഈ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഏത് രീതിയിലാണ് ഈ വാക്കുകൾ നമ്മൾ പഠിക്കുന്നത്, പറയുന്നത് എന്നുള്ളത് വളരെ പ്രധാനമാണ്. അതായത് ഇവിടെ ഞാൻ പോകുന്നു, നീ പറയുന്നു, അവർ പഠിക്കുന്നു, അവൾ സ്കൂളിലേക്ക് പോകുന്നു, ഇങ്ങനെ പ്രവൃത്തികളിൽ ഏത് രീതിയിലാണ് നാം പറയുന്നത് എന്നനുസരിച്ചായിരിക്കും നമ്മുടെ സെൻറ്റൻസുകളും. അതായത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമോ എന്നറിയില്ല. അതായത് ഇപ്പോൾ നമ്മൾ മലയാളത്തിൽ ഇന്ന് ഞാൻ പോകുന്നു എന്ന് പറയും. എന്നാൽ ഇന്നലെ എന്നാവുമ്പം ഇന്നലേക്കും ഞാനും മാറ്റമില്ല. പക്ഷേ പോകുന്നു എന്നുള്ളത് പോയിരുന്നു എന്നാവുമ്പോൾ അത് ഇന്നലെ ആവും അല്ലേ. എന്നാൽ നാളെ ആവുമ്പോൾ ആ പോകുന്നു എന്നുള്ളത് എന്താവും? നാളെ ഞാൻ പോകും അല്ലേ. അപ്പോൾ ഇന്നത്തെ സംഭവം ആവുമ്പോൾ ഞാൻ പോകുന്നു എന്നാവും, ഇന്നലത്തെ സംഭവം ആവുമ്പോൾ ഞാൻ പോയെന്നാവും, നാളത്തെ സംഭവം ആവുമ്പോൾ ഞാൻ പോകും എന്നാവും. അപ്പോൾ ഇതേ രീതിയിൽ ഇംഗ്ലീഷിനും മറ്റ് സ്ഥലങ്ങളിലെങ്ങും വ്യത്യാസം വരാറില്ല. അതായത് ഇപ്പം ഞാൻ പറയുന്നിടത്തോ നീ പറയുന്നിടത്തോ എങ്ങും വ്യത്യാസം മാറ്റം വരത്തില്ല. പക്ഷേ വ്യത്യാസം വരുന്നത് എവിടാണ്? ആ പ്രവൃത്തിയിലാണ്. മനസ്സിലാവുന്നുണ്ടല്ലോ. അതായത് ഇപ്പോൾ ഞാൻ സഹായിക്കുന്നു എന്ന് പറയുമ്പം ഹെൽപ്പ്, എന്നാൽ സഹായിച്ചിരുന്നു എന്ന് പറയുമ്പം ഹെൽപ്ഡ്. നാളെ സഹായിക്കും എന്നാണെങ്കിൽ വിൽ ഹെൽപ്പ്. ഈ രീതിയിൽ ഉള്ള മാറ്റങ്ങളാണ് നാം മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കുന്നത് സഹായിക്കുന്നു, പോകുന്നു, വരുന്നു, നിൽക്കുന്നു, ചാടുന്നു, ഇരിക്കുന്നു എന്ന രീതിയിൽ എങ്ങനെ നമുക്ക് പറയാം എന്നുള്ളതാണ്. അതാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ അത് ആ ക്ലാസ്സാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് എടുക്കുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഹെൽപ്പ്, ജമ്പ് ഒക്കെ ഉള്ള ആ വാക്കുകളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഈ വാക്കുകളിൽ എങ്ങനെയൊക്കെയാണ് മാറ്റം വരുത്തേണ്ടതെന്നും അത് എത്ര പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും എന്നുള്ളതും ഇപ്പം ഞാൻ പഠിപ്പിക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഐ ഞാൻ, യു, ഹി, ഷീ, ഇറ്റ്, ദേ, വി എന്നൊക്കെ ഉണ്ടല്ലോ സബ്ജക്റ്റുകൾ. അല്ലെങ്കിൽ നമ്മൾ ആരെപ്പറ്റിയാണോ പറയുന്നത് അത്, അല്ലെങ്കിൽ സ്കൂൾ, ക്യാബേജ്, ക്യാരറ്റ്, ടൊമാറ്റോ ഇങ്ങനെയൊക്കെ പറയുമല്ലോ. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഞാൻ പോകുന്നു എന്ന അതിനെ ഒന്ന് പറഞ്ഞു നോക്കാം. ഇപ്പം ഐ, യു, വി, ദേ, പിന്നെ കുറേ പേര് ഒന്നിച്ച്, അതായത് ചിൽഡ്രൻ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഗോ എന്ന, അതായത് പോകുക എന്നുള്ളതിന് ഗോ എന്നാണ്. ആ ഗോ എന്ന വെർബിന് ഒരു മാറ്റവും വരില്ല. മനസ്സിലായല്ലോ. അതായത് ഐ ഗോ ഞാൻ പോകുന്നു, ദേ ഗോ അവർ പോകുന്നു, യു ഗോ നിങ്ങൾ പോകുന്നു, വി ഗോ ഞങ്ങൾ പോകുന്നു. അപ്പോൾ ഇങ്ങനെ ചിൽഡ്രൻ ഗോ. അപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ, അതായത് നോ എന്ന പ്രയോഗം, അതാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടത്. ആ പ്രയോഗമാണ് ഏറ്റവും നന്നായി പഠിക്കേണ്ടത്. അപ്പം ഞാൻ പോകുന്നു എന്ന് പറയുമ്പോൾ ഐ ഗോ, ഞാൻ സഹായിക്കുന്നു എന്ന് പറയുമ്പോൾ ഐ ഹെൽപ്പ്, ഞാൻ എൻ്റെ അമ്മയെ സഹായിക്കുന്നു എന്നാണെങ്കിൽ ഐ ഹെൽപ്പ് മൈ മദർ. കണ്ടോ? അവർ കളിക്കുന്നു, ക്രിക്കറ്റ് കളിക്കുന്നു എന്നാണെങ്കിൽ നമ്മൾ പറഞ്ഞു അവർ കളിക്കുന്നു ക്രിക്കറ്റ് എന്നാക്കണം. ദേ പ്ലേ ക്രിക്കറ്റ്, ഞാൻ ക്രിക്കറ്റ് കളിക്കുന്നു, ഐ പ്ലേ ക്രിക്കറ്റ്. ഓക്കെ, ഞങ്ങൾ ക്രിക്കറ്റ് കളിക്കുന്നു, വി പ്ലേ ക്രിക്കറ്റ്. നിങ്ങൾ ക്രിക്കറ്റ് കളിക്കുന്നു, യു പ്ലേ ക്രിക്കറ്റ്. കണ്ടോ? എന്നാൽ അപ്പോൾ നു എന്ന പ്രയോഗം, പോകുന്നു, വരുന്നു, ചിരിക്കുന്നു, നിൽക്കുന്നു, അതാണ് നമ്മൾ പഠിക്കുന്നത്. അവിടെ ഐ, യു, ദേ,
വി പോലെയുള്ളതും ഐനെയും യുവിനെയും സാധാരണ നമ്മൾ ഈ കുറേ പേരുള്ള, അതായത് പ്ലൂറൽ ഫോമിലാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് ഐയും യുവും അതിനോടൊപ്പം വരുന്നത്. മറ്റുള്ളതിനെ നമ്മൾ മാറ്റി നിർത്തുന്നു. അപ്പം ഐ, യു, ദേ, വി, പിന്നെ കൂടുതലുള്ള, അതായത് ഒന്നിൽ കൂടുതലുള്ള ഏത് പേര് വന്നാലും ഇല്ലെങ്കിൽ സബ്ജക്റ്റ് വന്നാലും അവിടെയൊക്കെ നമ്മൾ റൂട്ട് വെർബ് അല്ലെങ്കിൽ ഗോ, ഹെൽപ്പ്, ജമ്പ് ഇത് ഉപയോഗിക്കുമ്പോൾ പോകുന്നു, വരുന്നു, നിൽക്കുന്നു, കിടക്കുന്നു, ഇരിക്കുന്നു, ചിരിക്കുന്നു എന്നാവും. ഇപ്പം ചെയ്യുന്ന പ്രവർത്തികൾ. എന്നാൽ ഹി, ഷീ, ലീല, രാമ, ഓക്കെ, അത് ഒറ്റ ഒരാൾ മാത്രമുള്ളതാണെങ്കിൽ ഈ പറഞ്ഞ വെർബിൻ്റെ എല്ലാം കൂടെ അല്ലെങ്കിൽ പ്രവൃത്തിയുടെ എല്ലാം കൂടെ നമ്മൾ യെസ് അല്ലെങ്കിൽ ഇ എസ് ചേർക്കുമ്പോൾ അത് പോകുന്നു, വരുന്നു, ഇരിക്കുന്നു എന്നാവും. അതായത് ഒന്നാലോചിക്കുക, ഞാൻ പോകുന്നു എന്ന് പറയുമ്പം ഐ ഗോയാണ്. എന്നാൽ അവൻ പോകുന്നു എന്ന് പറയുമ്പോൾ ഹീ ഗോയുടെ കൂടെ ഇ എസ് കൂടെ ചേർക്കുന്നു, ഹീ ഗോസ്. അതിൻ്റെ പുറകിലുള്ള ഗ്രാമറുകളൊന്നും ഇപ്പോൾ ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നില്ല. കാരണം എൻ്റെ ലക്ഷ്യം നിങ്ങളെ സംസാരിപ്പിക്കുക എന്നതാണ്. അപ്പോൾ അവൻ പോകുന്നു, ഹീ ഗോസ്. അവൾ പോകുന്നു, ഷീ ഗോസ്. രാം പോകുന്നു, രാം ഗോസ്. സ്കൂളിലേക്ക്, ടു സ്കൂൾ. ഓക്കെ. എന്നാൽ ലീല പോകുന്നു സ്കൂളിലേക്ക്, ലീല ഗോസ് ടു സ്കൂൾ. മഞ്ജു സ്കൂളിലേക്ക് പോകുന്നു, മഞ്ജു ഗോസ് ടു സ്കൂൾ. അവൻ അവൻ്റെ അമ്മയെ സഹായിക്കുന്നു, ഹീ ഹെൽപ്സ് ഹിസ് മദർ. അവിടെ എസ് ആണ്, ഹെൽപ്പ് എസ്. ലീല അവളുടെ അമ്മയെ സഹായിക്കുന്നു, ലീല ഹെൽപ്സ് ഹെർ മദർ. അപ്പോൾ ഇതുപോലെ നാം പോകുന്നു, വരുന്നു എന്നുള്ളതിന് ഗോ അല്ലെങ്കിൽ ഗോസ്, അതായത് ഡു അല്ലെങ്കിൽ ഡസ് വെർബാണ് ഉപയോഗിക്കുന്നത്. ഇനി അവൻ കഴിക്കുന്നു, ഹി ഈറ്റ്സ്. അവൾ കഴിക്കുന്നു, ഷീ ഈറ്റ്സ്. അപ്പോൾ അവർ കഴിക്കുന്നു, ദേ ഈറ്റ്. ഈറ്റ് കണ്ടോ? ഞാൻ കഴിക്കുന്നു, ഐ ഈറ്റ്. നീ കഴിക്കുന്നു, യു ഈറ്റ്. കണ്ടോ? അവൻ കഴിക്കുന്നു, ഹീ ഈറ്റ്സ്. അവിടെ എസ് മാത്രം. അപ്പോൾ ഒരാൾ മാത്രമായിട്ടാണ് ഒരു കാര്യം സംസാരിക്കുന്നതെങ്കിൽ അവിടെ വെർബിനോടൊപ്പം എസ്സോ അല്ലെങ്കിൽ ഇ എസ്സോ ചേർക്കണം. എന്നാൽ ഐ, യു അതുപോലെ അതിനോടൊപ്പം മറ്റ് കൂടുതൽ ആളുകൾ, ഒന്നിൽ കൂടുതൽ ഉള്ളതാണെങ്കിൽ അവിടെ എന്തുപയോഗിക്കണം? റൂട്ട് വെർബ്, അതായത് ഗോ, ജമ്പ്, വാക്ക്, ഹെൽപ്പ്, അങ്ങനെ. ഓക്കെ. അപ്പോൾ നമ്മൾ എന്താണ് ഇവിടെ പഠിച്ചത്? ഞാൻ പോകുന്നു, ഐ ഗോ. അവർ പോകുന്നു, ദേ ഗോ. ഞങ്ങൾ പോകുന്നു, വി ഗോ. എന്നാൽ അവൻ പോകുന്നു, ഹി ഗോസ്. അവൾ പോകുന്നു, ഷീ ഗോസ്. റാം പോകുന്നു, റാം ഗോസ്. അപ്പം ഇന്നു പോകുന്നു, വരുന്നു, ചിരിക്കുന്നു, കളിക്കുന്നു, കുടിക്കുന്നു. ഇതിനാണ് എന്താണ് ഡു അല്ലെങ്കിൽ ഡസ് വെർബ് ഉപയോഗിക്കുന്നത്. അതായത് ഒന്നും ആഡ് ചെയ്യാത്ത വെർബാണ് ഡു വെർബ്. അതിൻ്റെ ഗ്രാമാറ്റിക്കൽ ഫോമൊക്കെ ഞാൻ വേറെ ക്ലാസ്സിൽ എടുത്തിട്ടുണ്ട്. ഓക്കെ. അല്ലാത്ത ഇ എസ് ഓർ ഇ എസ് വരുന്നതാണ് ഡസ് വെർബ്. അപ്പോൾ ഒന്ന് മാത്രമുള്ളിടത്ത് ഡസ് വെർബ് ചേർക്കുക. ഒന്നിൽ കൂടുതലുള്ളിടത്തും ഐ, യു ഇവ വരുന്നിടത്തും എന്ത് ചെയ്യണം? ഡു വെർബും ഉപയോഗിക്കുക. അതിന് ശേഷമുള്ള ഓബ്ജക്റ്റ്, അതായത് ഇപ്പോൾ നിങ്ങളോട് അവൻ്റെ എന്നാണെങ്കിൽ ഹിസ്, അവളുടേതാണെങ്കിൽ ഹെർ. ഓക്കെ. അപ്പോൾ അങ്ങനെയുള്ള വാക്കുകളൂടെ നിങ്ങളൊന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. ഇതിപ്പോൾ നമുക്ക് ഇംഗ്ലീഷ് കുറച്ച് സംസാരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം, അല്ലേ? അപ്പോൾ നിങ്ങൾ ആ ലക്ഷ്യത്തിലെത്താൻ നമുക്ക് ചെറുതായി സംസാരിച്ചു തുടങ്ങാം. അപ്പോൾ ഈ ചെറുതായുള്ള സംസാരം നിങ്ങൾക്ക് തുടക്കക്കാരാണെങ്കിൽ ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോ 18ഓളം പാർട്ടുകൾ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോകളൊന്ന് കാണുക. വളരെ സംക്ഷിപ്തമായി, അതോടൊപ്പം തന്നെ 30 ദിവസം കൊണ്ട് ഇംഗ്ലീഷ് സംസാരിക്കാമെന്ന് വളരെ എല്ലാവരും രണ്ട് കൈയും നീട്ടി സ്വീകരിച്ച വീഡിയോയുടെ പ്ലേലിസ്റ്റ് 31 പ്ലേലിസ്റ്റ് ഉണ്ട്. അപ്പോൾ അതുകൂടി ഒന്ന് കാണുക. തീർച്ചയായും നിങ്ങൾക്ക് ഈ വീഡിയോകൾ 15 ദിവസം കൊണ്ട് നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ ഉറപ്പായും നിങ്ങളെ സഹായിച്ചിരിക്കും. സോ കൂടെ തന്നെ ഉണ്ടായിരിക്കുക. പാർട്ട് 3 ഉടൻ തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ ഈ സെൻറ്റൻസുകൾ വീണ്ടും എഴുതിയും
പറഞ്ഞും പഠിക്കുക. വീടുകളിൽ അവൻ പോകുന്നു, ഹീ ഗോസ്. നീ പോകുന്നു, യു ഗോ. ഓക്കെ. അവൾ പോകുന്നു, ഷീ ഗോസ്. അപ്പം അവൻ കഴിക്കുന്നു, ഹീ ഈറ്റ്സ്. ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് നിങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുക. പതിയെ പതിയെ നമ്മൾക്ക് നല്ല പുതിയ പുതിയ ക്ലാസ്സുകളിലേക്ക് കടക്കാം. തീർച്ചയായും നിങ്ങളുടെ കമൻസും ലൈക്കും ഷെയറും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം തന്നെ കൂടെയുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. നിങ്ങളുടെ എല്ലാ സപ്പോർട്ടുകളും പ്രതീക്ഷിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. സൈനിങ് ഓഫ്.